അതിന് മുമ്പായിട്ട് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡോക്സ് എന്ന് പറഞ്ഞ ലൈറ്റിംഗ് കമ്പനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഗോഡോക്സ് എന്ന് പറഞ്ഞ പേര് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടോ? ഇവര് ട്രൈപോഡ്സിന്റെ എക്യുപ്മെന്റ്സ്, അതുപോലെ ഈ ക്യാമറ അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോഗ്രാഫി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഇതിനോടനുബന്ധിച്ചിട്ട് അവരോട് സെഷൻ എടുക്കാൻ പറഞ്ഞു. അപ്പം നജ്മൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്തത്. അപ്പം നജ്മൊക്കെ എവിടെ? വളരെ ചുള്ളനായ സുന്ദരനായ ഒരു മനുഷ്യനാണ്. നല്ലൊരു കൈയ്യോട് കൊടുത്തേ. നജ്മൊക്കെയാണ് നമുക്ക് ഈ സെഷൻസ് എടുക്കുന്നത്. അപ്പം ഗോഡോക്സിന്റെ പ്രതിനിധികൾക്കും നജ്മയ്ക്ക് ആദ്യമേ തന്നെ താങ്ക്സ് പറയാം. ഞാൻ തന്നെ അപ്പോച്ചർ ഫോട്ടോഗ്രാഫി ഒക്കെ പഠിക്കുന്ന വീഡിയോ കണ്ടുണ്ട്. ഞാനത് 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറാണ്. അപ്പോൾ നല്ലൊരു സെഷൻ നമുക്ക് എൻജോയ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാനിവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊരു കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റ് ചെയ്ത കേൾക്കാറില്ല, ക്ലിയറാണ്. നമ്മളൊരു ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ കുറച്ച് പേരുടെ മുന്നിലാണ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടു, മാത്രമല്ല ഒരുപാട് പേരെ യൂട്യൂബിൽ കണ്ട് പരിചയമുള്ളവരുണ്ട്. ഒരു ഫാമിലിയിൽ നിന്നിട്ട് സംസാരിക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൻ്റെ ഒരു എന്താ പറയുക ചുറ്റുവട്ടങ്ങളും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വീട്ടിൽ സംസാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതെനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കി, ഒരുപാട് പേര് സംസാരിച്ചു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി വളരെയധികം പ്രാധാന്യമാണ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സാധാരണ നമ്മൾ മൊബൈലോ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തായാലും പിടിച്ചിട്ട് നമ്മൾ എടുക്കും. പക്ഷെ അപ്പോഴും നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ ക്വാളിറ്റിയിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്യാമറ വാങ്ങുന്നതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല ലെൻസ് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. ക്യാമറ എത്ര ചെറുതായാലും നമ്മളെ ക്യാമറയിലുള്ള ലെൻസ് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി വളരെയധികം മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള 24-70 അതുപോലെ F-നമ്പർ ഓപ്പണിങ്ങിലുള്ള ലെൻസൊക്കെ വാങ്ങും. ഒരുപാട് ലൈറ്റ് നമ്മുടെ ക്യാമറയ്ക്ക് കയറി വരാൻ വേണ്ടി. അപ്പോൾ ലൈറ്റ് അത് നമ്മൾ ലെൻസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ലൈറ്റ് നമ്മുടെ വീഡിയോയിൽ നല്ല രീതിയിൽ വന്നാലാണ് നമുക്ക് ക്വാളിറ്റിയുള്ള ഇമേജസ് കിട്ടുന്നത്. ഇപ്പോൾ ഫുഡൊക്കെ ചെയ്യുന്നവർ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും, നമ്മൾ ഫുഡ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില വെബ്സൈറ്റിലോ യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ ഫുഡിൻ്റെ അത്ര എന്താ പറയുക മാസ്മരികമായിട്ട് ഷോട്ടൊന്നും കിട്ടില്ല. ഒരു സാധാരണ ഷോട്ട് കിട്ടും, നമ്മളതിടും. പക്ഷെ നമ്മളെ ഡ്രീം എപ്പോഴും ആ കാണുന്ന പോലത്തെ ആഡിലൊക്കെ കാണുന്ന പോലത്തെ ഫുഡ് ഷൂട്ടാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്യാമറ അല്ല. ക്യാമറ ഒരു കാരണമാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലെൻസാണ്. ആ ഗ്ലാസിൽ കൂടെ വരുന്ന ലൈറ്റുകളാണ് നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ വീഡിയോ നമുക്ക് തരുന്നത്. അപ്പോൾ ലൈറ്റ് ആണ് നമ്മുടെ വീഡിയോയിൽ, പ്രത്യേകിച്ചും നമ്മൾ ഫുഡ് അതുപോലെ പ്രൊഡക്റ്റുകൾ, പിന്നെ ഈവൻ ട്രാവലിംഗ് വരെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ട്രാവൽ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ മനസ്സിലാക്കാറ്, നമ്മൾ നേരെ ചുടുകയിലത്ത് പോയിട്ട് വീഡിയോ എടുക്കില്ല. കാരണം ഹാർഷായിട്ടുള്ള ലൈറ്റ്, ഹാർഡ് ലൈറ്റുകൾ നമ്മളെ വീഡിയോയിലും ഇമേജിനും ഒക്കെ നമുക്ക് ബാധിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഷെയ്ഡിലേക്ക് മാറി നിൽക്കും, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം നമ്മൾ കണ്ടെടുക്കും. അതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ബാക്കൊക്കെ തിരഞ്ഞിട്ടൊക്കെ നമ്മൾ ഇടും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നല്ല ലൈറ്റിലേക്ക് എപ്പോഴും നമ്മുടെ വീഡിയോ കൊണ്ടുപോകണം, നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണത് നമുക്ക് ആ നാച്ചുറൽ ലൈറ്റിനൊക്കെ അപ്പുറം നമ്മൾ വീഡിയോ ഇൻഡോർ ഷൂട്ട് ചെയ്യുമ്പോഴും ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ലൈറ്റുകൾ എങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു എക്സ്പെൻസീവ് ആയിട്ട് ലൈറ്റിലേക്കൊന്നും പോകണ്ടാവില്ല. അപ്പോൾ എക്സ്പെൻസീവ് അല്ലാത്ത ലൈറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് പിന്നെ ലൈറ്റുകൾ എന്തൊക്കെയാണ്, അതെല്ലാം കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സൈലൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ വലിയ സൈലൻ്റ് ആയിട്ടുള്ള ലൈറ്റുകളും സോഫ്റ്റ് ബോക്സുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ഇംഗ്ലീഷുകാരെ ബ്ലോഗ് ചെയ്യുന്ന പോലത്തെ ഹൈ ക്വാളിറ്റി വീഡിയോ നമുക്ക് നമ്മളെ വീട്ടിൽ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ പിന്നെ ലൈറ്റിങ്ങിൻ്റെ വേറെ കാര്യമാണ്, നമ്മുടെ ഇപ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മിക്കവാറും യൂട്യൂബേഴ്സ് ആകുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഓരോരുത്തർ ഫേസിൻ്റെ ആ എന്താ പറയുക ഘടനൊക്കെ നോക്കിയിട്ട് നമുക്ക് ലൈറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ലൈറ്റുകൾ വരുന്നത് പല വഴിക്കാണ്, ഹാർഡ് ലൈറ്റും സോഫ്റ്റ് ലൈറ്റൊക്കെ ആയിട്ട് പല വഴിക്ക് ലൈറ്റുകൾ വരും. ഇപ്പോൾ എൻ്റെ പോലെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുറച്ച് മൂന്ന് നേരം തോന്നി നിൽക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ സൈഡിൽ നിന്നാണ് ലൈറ്റ് ചെയ്യണമെങ്കിൽ ലൈറ്റ് കണ്ടാൽ ഇവിടെ ഒരു ഷാഡോ ഉണ്ടാകും. കാണാം, ഒരു ഷാഡോ വന്നാൽ അതിൻ്റെ ആ ഒരു
പ്രൊജക്ഷൻ കുറച്ചുകൂടി കൂടുകയും ചെയ്യും. പക്ഷെ ആ ഷാഡോ ഒഴിവാക്കുന്ന രീതിയിൽ ഞാൻ സോഫ്റ്റ് ആയിട്ട് ലൈറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറി സോഫ്റ്റ് ആയിട്ട്. അതേപോലെ തന്നെ ചെറിയ മൂക്കുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ചെറിയ കുഞ്ഞു മൂക്കുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും ചെറുതാവേ ചെയ്യും. കാരണം അതിന് ഷാഡോ ഡെപ്ത് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആർട്ടിസ്റ്റുകളാണെങ്കിലും വരയ്ക്കുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവർ ആ ഒരു പ്രൊജക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഷാഡോ കൊടുക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു മൂക്കുള്ള ആളാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ലൈറ്റപ്പ് ചെയ്താൽ ഈ ഷാഡോ കൂടെ വരുമ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒന്നും ബുദ്ധിമുട്ടല്ല, ഒക്കെ ഒരു സൗന്ദര്യത്തിന് പല ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ഫേസ് നമുക്ക് മാറ്റിയെടുക്കാൻ നല്ലൊരു ലൈറ്റിങ്ങിന് കിട്ടും. അതുപോലെ ഇപ്പോൾ ഫാറ്റ് ആയിട്ട് ഒരാളാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേറെ ലൈറ്റപ്പ് ചെയ്യാം, നമുക്ക് സമയത്തിനനുസരിച്ച് നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലൈറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ചീക്കിലൊക്കെ നമുക്ക് കുറച്ച് ഷാഡോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തടി കുറഞ്ഞ് ലൈറ്റ് വരുത്തും. നേരെ കുറച്ച് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ലൈറ്റപ്പ് ചെയ്തിട്ട് അവിടെ ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫാറ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലൈറ്റിങ് നമ്മുടെ വീഡിയോയിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള ലൈറ്റിംഗ് ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ലൈറ്റിംഗ് വരുന്നത് സാധാരണയായിട്ട് ഇനി ഞാൻ സീരിയസ്ലി ക്ലാസ്സിൽ പോകുന്നു. ലൈറ്റിംഗ് വരുന്നത് സാധാരണയായി രണ്ട് രീതിയിലാണ്. ഒന്ന് ഹാർഡ് ലൈറ്റ്. ഹാർഡ് ലൈറ്റ് ആണിപ്പോൾ ശരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർഡ് ലൈറ്റ്. രണ്ടാമത്തത് സോഫ്റ്റ് ലൈറ്റ്. സോഫ്റ്റ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള സോഫ്റ്റ് ബോക്സുകൾ നമ്മൾ ലൈറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഈ ഹാർഡ് ലൈറ്റ് നമുക്ക് പല സമയത്തും ചില എന്താ പറയുക ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ പിച്ചെടുക്കാൻ നമ്മൾ ചിലപ്പോൾ ഹാർഡ് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മളൊരു ഔട്ട്ഡോറിൽ ഒരു മോഡൽ നിൽക്കുന്ന പോലത്തെ ഫോട്ടോ ആണെങ്കിൽ ഇൻഡോർ സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ ഹാർഡ് ലൈറ്റ് വെച്ചിട്ട് ഫോട്ടോ എടുക്കും. അത് കട്ട് ചെയ്തിട്ട് ഔട്ട്ഡോർക്ക് മാറ്റും. അത് ഫോട്ടോഗ്രാഫി. അതുപോലെ നമുക്ക് വേണമെങ്കിൽ വീഡിയോക്കും ഹാർഡ് ലൈറ്റ് ഇഷ്ടമുള്ള ആളുകളുണ്ടാവാം. അവർക്ക് ഹാർഡ് ലൈറ്റ് ഇതുപോലത്തെ ഹാർഡ് ലൈറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അധികം നമ്മുടെ ആ ഒരു കസ്റ്റമേഴ്സിന്, നമ്മുടെ വ്യൂവേഴ്സിന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജാണ് നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ് ബോക്സുകളാണ്. അപ്പോൾ ഇത് 120 എന്ന് പറഞ്ഞാൽ ബോളസിൻ്റെ സോഫ്റ്റ് ബോക്സ് ആണ്. ഈ സോഫ്റ്റ് ബോക്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സോഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ലെയറുകളായിട്ടാണ് ഈ സോഫ്റ്റ് ബോക്സ് ഉള്ളത്. അതിനുള്ളിൽ LED ലൈറ്റ് ഉണ്ട്. LED ലൈറ്റ് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ ആദ്യം ഒരു സോഫ്റ്റ് ചെയ്യാനുള്ള ഒരു ക്ലോത്ത് അതിനുള്ളിലിട്ടുണ്ട്. ആ ക്ലോത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലൊക്കെ തട്ടിയിട്ട് നിങ്ങളറിയാം പ്രകാശം നമുക്ക് നേരിട്ട് വരുമ്പോൾ സ്കൂളൊക്കെ മറ്റേ ഫിസിക്സിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്സിനൊക്കെ നോക്കണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലൈറ്റുകൾ നേരിട്ട് നമുക്ക് വരുമ്പോൾ ഹാർഷായിട്ട് തട്ടിയിട്ട് നമുക്ക് ഹാർഷ് ലൈറ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ബാക്കിലുള്ള ഒരു LED പുറത്ത് ഉള്ളിൽ വരുന്ന ലൈറ്റ് ആദ്യം ഇതിന് തട്ടും. ഇവിടെ ഒരു ഡിഫ്യൂസർ ഉണ്ട്, ഇതിലൊക്കെ തട്ടി ഡിഫ്യൂസ് ചെയ്തിട്ട് വരും. അതുപോലെ ഈ സൈഡിലും ഈ എന്താ കട്ടിയുടെ തട്ടിയിട്ടാണ് നമുക്ക് ഇതിൽ കൂടെ വൈറ്റ് ഇതിൽ കൂടെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഈ ലൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക. എനിക്കൊക്കെ ഒരാൾ മോഡലായിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ആ ലൈറ്റുകൾ നന്നായിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ലെവലിൽ പോയിട്ട് നല്ല വീഡിയോ ചെയ്യുമ്പോൾ ആവശ്യം യൂസ് ചെയ്യാറുണ്ട് സാധനം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. ഇതിന് നമുക്ക് സോഫ്റ്റ് ബോക്സ് ആണ് ഇതിന് നമുക്ക് തരുന്നത്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ബോക്സ് ആണ് നമുക്ക് ഈ വ്യൂവിലുള്ള ഒരു സംഭവം തരുന്നത്. ഇത് നമുക്ക് പല പ്രൈസിൽ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഈ ലൈറ്റ് FE200 എന്ന് പറഞ്ഞ ലൈറ്റാണ്. ഈ ലൈറ്റ് ഞാൻ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോഗ്രാഫി കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വ്ലോഗ് ചെയ്യാം, ഫോട്ടോഗ്രാഫി ചെയ്യാം, അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ലൈറ്റാണ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ ലൈറ്റ് നമുക്ക് ഇത് LED തന്നെയാണ്, പക്ഷെ LED വിത്ത് ഫ്ലാഷ് ആയിട്ട് ഈ FE സീരീസിലുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഫുഡൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനൊക്കെ നല്ല ഭംഗിയുള്ള വീഡിയോ ഫോട്ടോസ് വേണ്ടി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ ഫോട്ടോ മോഡിൽ അതായത് ഫ്ലാഷ് മോഡിലേക്ക് മാറ്റിയിട്ട് ഇതുകൊണ്ട് നമുക്ക് ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് നല്ല വീഡിയോ ഫോട്ടോ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം, ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റാണ്. അപ്പോൾ നമുക്കിവിടെ സോഫ്റ്റ് ലൈറ്റ് കിട്ടി. ഈ സോഫ്റ്റ് ലൈറ്റിൽ തന്നെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പൊസിഷൻ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരും. ഇപ്പോൾ ഒരു സ്റ്റോറി പറയുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ചിലപ്പോൾ ഗ്ലാമർ ലൈറ്റ് ആവശ്യം. ഇപ്പോൾ ഈ ലൈറ്റ് നോക്കി, ഈ ലൈറ്റിന് സ്പ്ലിറ്റ് ലൈറ്റിംഗ് എന്ന് പറയും. സൈഡിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. കേട്ടാ ഒരു മൂഡ് മാറിയില്ല, ആ ഒരു സന്തോഷത്തിന്റെ മൂഡ് മാറി അല്ലെ. ലൈഫ് കുറച്ച് സാഡ്നെസ്സിലേക്ക് പോയി, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്.
അപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റിങ്ങിന്റെ പൊസിഷൻ മാറ്റിയാൽ തന്നെ നമുക്ക് നമ്മുടെ വിഷയം എന്താന്നുള്ളതിന്റെ ആ മൂഡ് മാറാൻ പറ്റും. നേരെ പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ടൊരു കാര്യം പറഞ്ഞെങ്കിൽ നമുക്ക് നേരെ ഇത് കൊണ്ടുവരാം. ഈ ലൈറ്റിങ്ങിന് ഈ ഷാഡോ വന്നിട്ടുള്ള ലൈറ്റിങ്ങിന് പറയുന്നത് എന്താ വെച്ചാൽ സ്പ്ലിറ്റ് ലൈറ്റിംഗ് എന്ന് പറയാം. ഒരു ഭാഗത്ത് ലൈറ്റ്, ഒരു ഭാഗത്ത് ഷാഡോ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ലൈറ്റ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ലൈറ്റ് ഇങ്ങനത്തെ ആണെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങളും ട്രാവലിംഗ് പോയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് കാണുന്നവർക്ക് അത്ര സന്തോഷം തോന്നിക്കോളന്നില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലുള്ള സാധനങ്ങളാണ്. സിനിമ കണ്ടിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറിയ സാധനങ്ങളാണ്. അതിൻ്റെ മൂല്യം തന്നെ വരുള്ളൂ. ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 45 ഡിഗ്രി സൈഡിൽ നിന്നും 45 ഡിഗ്രി നേരെ ലൈറ്റ് ചെയ്താൽ മൂഡ് മാറി. പിന്നെ ഒരുപാട് ലൈറ്റിംഗ് രീതികളുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്, എനിക്കൊരു മണിക്കൂർ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ എല്ലാ ലൈറ്റിംഗ് രീതികളും ഒരുപാട് ബട്ടർഫ്ലൈ ലൈറ്റിംഗ്, ഒരുപാട് സ്ട്രിറ്റ് ലൈറ്റിംഗ്, അതുപോലെ ബ്രോഡ് ലൈറ്റിംഗ്, ഒരുപാട് ലൈറ്റിംഗ് രീതികൾ അതിന് മുഴുവൻ ഞാൻ പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ സോഫ്റ്റ് ബോക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ അടുത്തൊരു സോഫ്റ്റ് ബോക്സ് അവൈലബിൾ അല്ലെങ്കിൽ ഹാർഡ് ലൈറ്റ് ആയില്ലേ? യെസ്, സോഫ്റ്റ് ബോക്സ് പോയി കഴിഞ്ഞാൽ ഹാർഡ് ലൈറ്റ് ആയി. അതുപോലെ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു ലൈറ്റ് ഉണ്ട്, 2 ലൈറ്റ് കൊടുക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2 ലൈറ്റ് വേറെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പിടിച്ചു കൊടുത്തിട്ട് വേണം ഈ അധികമുള്ള ശാഖ നമുക്ക് കട്ട് ചെയ്യാൻ. അതിന് പല സൈഡുകൾ വരുന്നുണ്ട്. ഗോൾഡൻ വരുന്നുണ്ട്. ഗോൾഡൻ വന്നു കഴിഞ്ഞാൽ അതാ ഗ്ലാമറായി. ഇതുപോലെ നമുക്ക് ഒരു ഗോൾഡൻ റിഫ്ലക്ട് കൊടുക്കുകയാണെങ്കിൽ ഗോൾഡിലേക്ക് മാറും, വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിലേക്ക് മാറും. പക്ഷെ ഞാൻ എതിർത്തത് അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല. പിന്നെ പല സൈഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കമ്പനിക്ക് അനുസരിച്ച് മാറും. ഇപ്പൊ ഇതിനാണെങ്കിൽ ഒരു 2000 രൂപ താഴെ വരുന്നുണ്ട്. ഇതിനൊരു 2000 രൂപ താഴെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ റിഫ്ലക്ടറുള്ള വൈറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഇതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സാധനമാണ്. ഇത് നമുക്ക് വരുന്നത് ഒരു ഡിഫ്യൂസർ ആയിട്ടാണ്. ഈ ഡിഫ്യൂസർ നമ്മൾ അടുത്ത് പിടിക്കാൻ ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ദൂരത്ത് കൊടുത്താൽ ഹാർഡായിട്ട് വരും. അതായത് ആ അത്രയും അടുത്തുനിന്ന് ഡിഫ്യൂസ് ചെയ്തിട്ട് വരണമാണ്. ഒറ്റ സാധനം വാങ്ങി തരണം. ഇപ്പം നമ്മുടെ അടുത്ത് ലൈറ്റൊന്നും ഇല്ല, ലൈറ്റൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങാനുള്ള പ്ലാനുള്ളൂ. ഒരു 100K അടിച്ചിട്ട് ലൈറ്റ് വാങ്ങിയാൽ മതി എന്നാണ് തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് സാധാരണ സൺലൈറ്റ് കിട്ടുമല്ലോ, ഷാഡോ ഇല്ലെന്ന് വിചാരിക്കുക. സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ സാധനം മാത്രം വാങ്ങിയിട്ട് 12,000 രൂപ ചിലവായിട്ട് ഈ ഒരു ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ ഈ എഫക്റ്റ് നമുക്ക് സൺലൈറ്റ് കിട്ടും. അതല്ലെങ്കിൽ നമ്മളൊരു ഇപ്പം ഇത്രയും ഞാനിത് എടുത്തത് ചെറിയൊരു ബാഗിൽ നിന്നാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ട്രാവലിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബ്ലോഗിംഗ് ആയിട്ട് പുറത്തൊക്കെ പോകുകയാണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ വണ്ടിയിലോ ബൈക്കിലോ ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ സാധനമുള്ളൂ. അത് നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റായിട്ട് ഫേസ് സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് പടർക്കാം. ഒരു ഏകദേശം ഇത് സെറ്റപ്പ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? 1 മിനിറ്റ് താഴെ ഉണ്ടെങ്കിൽ സാധനം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സോഫ്റ്റ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഈ ലൈറ്റിൻ്റെ പ്രൈസ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഓർമ്മയില്ല, ഒരു 25,000 ഒക്കെയാണ് തോന്നുന്നു. 25,000. അല്ല, നല്ല കണ്ടന്റ് ഇടണമെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതിന് പകരം ഈ ലൈറ്റ് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡിഫ്യൂസർ ആയാലും മതി. അത് 2,000 രൂപയാണ്. അതിന്റെ റിഫ്ലക്ടറും ഈ ഡിഫ്യൂസറൊക്കെ അടക്കം അത്ര വരുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ആ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ലൈറ്റ്. ഇത് പിന്നെ ഇതിന് പറയുന്നത് നമ്മളെന്താ പാരാബോളിക് സോഫ്റ്റ് ബോക്സ് ആണ്. പാരാബോളിക് സോഫ്റ്റ് ബോക്സ് ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മളൊരു വീട്ടിൽ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് വീഡിയോ ഉപയോഗിച്ച് നല്ല വീഡിയോ ഫോട്ടോസൊക്കെ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2 ലൈറ്റ് ഉപയോഗിക്കണമെങ്കിൽ അടുത്ത ലൈറ്റിലേക്ക് പോകാം. ഇത് വേറെ ലൈറ്റാണ്, ലൈറ്റാണ് UL കണ്ടൽ ലൈറ്റാണ്. UL 150, ഇതിന് UL 300 ഒക്കെ അവൈലബിൾ ആണ്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഈ ലൈറ്റിന്
മിക്കവാറും ഗോഡൗൺസിൻ്റെ എല്ലാ ലൈറ്റുകളും സൈലൻ്റ് ആണെങ്കിലും ഇതും സൈലൻ്റ് ആണ്. പക്ഷേ ഒരു ചെറിയ ഫാനുകളിൽ ചെറുതായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വലിയ ലൈറ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ അലട്ടിയിട്ട് ഒരു പ്രശ്നമായിരുന്നു ഫാനിന് നോയ്സ് വരും. ലൈറ്റ് ചൂടാവുന്ന സമയത്ത് ഫാന് ദൂരം തന്നെ നോയ്സ് നമ്മൾ മൈക്കയിൽ കിട്ടും. അതായത് അത്രയും അക്കോസ്റ്റിക് ചെയ്തിട്ടുള്ള അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലത്തെ സൈലൻറ്റ് ലൈറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിലും കൂടുതൽ സൈലൻറ്റ് എക്സ്ട്രീം സൈലൻറ്റ് വേണമെങ്കിൽ ഇതുപോലത്തെ UL ലൈറ്റ്, ഇത് പുതിയ സീരീസിൽ വരുന്ന ലൈറ്റുകളാണ്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചൂട് കളയാൻ വേണ്ടിയിട്ട് ഫിൻസാണ് വെച്ചിട്ടുള്ളത്. ഫിൻസ് നമ്മുടെ ബൈക്കിൻ്റെ എഞ്ചിന് മുകളിൽ ഫിൻസുകളുണ്ട്. അതുപോലത്തെ ഫിൻസുകളാണ് അതിന് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് വലുതാണ്, കാരണം ചൂട് പോകാൻ വേണ്ടിയുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഫാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സീറോ നോയ്സാണ്. അപ്പോൾ അത്രയും സൈലൻ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഓഡിയോ എടുത്തിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നമുക്ക് ഇതുപോലത്തെ ലൈറ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹീറ്റൊക്കെ കുറക്കാൻ വേണ്ടി തന്നെ ഇതിന് വേറെ യൂണിറ്റ്, പുറത്ത് കുറച്ച് യൂണിറ്റുകളൊക്കെ കൊടുത്തിട്ടാണ്. ഈ യൂണിറ്റിൻ്റെ മുകളിലാണ് നമുക്കിത് കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് നമുക്ക് റിമോട്ട് വാങ്ങാൻ കിട്ടും. കണ്ടോ, ഇതിന് മുകളിൽ നമുക്ക് പവർ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അതുപോലെ നമുക്കിതിൻ്റെ ചാനൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് വീഡിയോ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ റിമോട്ടിൻ്റെ മുകളിൽ ഒരു ചാനലിൽ നമ്മളെ ഒരു റിമോട്ട് ആ ചാനലുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പായിട്ട് ഭയങ്കര ലൈറ്റുകൾ ഗ്രൂപ്പാക്കിയിട്ട് അതൊക്കെ കൺട്രോൾ ചെയ്യാം. 3 പോയിന്റ് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, അതുകൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വരുന്നത് ഇതുപോലത്തെ ഒരു എന്താ പറയുക കൺട്രോൾ ബോക്സിലാണ്. ഈ കൺട്രോൾ ബോക്സിൽ നമ്മൾ കൺട്രോൾ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൺട്രോൾ ബോക്സിൻ്റെ ചൂട് പ്രശ്നങ്ങളൊന്നും ഈ യൂണിറ്റിലേക്ക് ചെല്ലില്ല. മാത്രമല്ല ഇത് LED ആയതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് തൊട്ട് കയറാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ബൾബിൻ്റെ മുകളിൽ കഴിച്ചിട്ടുണ്ട്. LED ആയതുകൊണ്ട് ചൂട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ AC ഒക്കെ ചെയ്ത ഒരു ശീതീകരിച്ച റൂമിലേക്ക് ഇത് ചെയ്യുകയാണെങ്കിലൊന്നും അത് നമ്മളെ പവറിനെ ബാധിക്കില്ല. മാത്രമല്ല ഇത് ആദ്യം ഉപയോഗിക്കുന്നത് ഇപ്പോൾ 150 ആണെങ്കിൽ 150 വാട്ട്സ്, 200 ആണെങ്കിൽ 200 വാട്ട്സ് ഒക്കെ 2 ബൾബ് യൂസ് ചെയ്യുന്ന പോലത്തെ കറണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇതുപോലത്തെ ലൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കല്യാണത്തിന് നിനക്ക് യൂസ് ചെയ്യുന്ന വീഡിയോഗ്രാഫിക്കൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റാണ്. ഇതിനൊക്കെ 500 വാട്ട്സാണ്, 1000 വാട്ട്സ് ലൈറ്റാണ്. അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ ഒരു യൂണിറ്റ് കറണ്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ പവർ നമുക്ക് പിന്നെ പേ ചെയ്യണമെങ്കിൽ സ്ഥിരമായിട്ട് ലോഗ് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ല തുക കറണ്ട് കിട്ടേണ്ട വരും. അപ്പോൾ ഇതാണെങ്കിൽ അതിന് എത്രയോ പെർസെൻറ്റേജ് കുറവാണ്. 200 വാട്ട്സിൽ ചൂടൊന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് നമുക്ക് ലോഗ് ചെയ്യാൻ പറ്റും. മറ്റേത് ലോഗ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വിയർപ്പ് ഇങ്ങനെ കുറഞ്ഞു കൊടുക്കും. അത്രയും ചൂടിലാണ് നമ്മൾ ചെയ്യുന്നത്, മനസ്സിലായി. പിന്നെ അതിലെ ടെക്സ്റ്റൻ ബൾബിൻ്റെ കളറിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. അതാണ്. പക്ഷേ നമുക്ക് സ്റ്റാർട്ടേഴ്സ് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഏകദേശം ഒരു 700-800 രൂപക്ക് നമുക്ക് ലൈറ്റ് കിട്ടും. പിന്നെ ഈ ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ LED ലൈറ്റുകൾ, ഞാൻ ഗോഡോക്സിൻ്റെ കമ്പനിയുടെ ആളല്ല, ജസ്റ്റ് ബ്ലോഗർ മാത്രമാണ്. അപ്പോൾ ഇന്ന് ലൈറ്റ് സെഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവരാണ് ലൈറ്റ് കൊണ്ട് വന്നത്. അപ്പം ഞാനിതൊക്കെ രാത്രി നിന്ന് പഠിച്ചതാണ്. അതാണ് ഞാൻ പാർട്ടിക്ക് കാണാം. ഇവിടെ തുള്ളിയിൽ നിന്ന് രാത്രി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വന്നില്ല. രാത്രിയാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ റൂമിൽ ഇതൊക്കെ പഠിക്കായിരുന്നു എനിക്ക് സെറ്റിങ്സ് എങ്ങനെയാണെന്നൊക്കെ. കാരണം പുതിയ സാധനങ്ങൾ, അധികം പുതിയ സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ ബോക്സൊക്കെ പുതിയത് വന്നത്, ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ബോക്സൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് പഴയ ബോക്സ് ഞാൻ വീട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇത് നമുക്ക് ഓരോ കമ്പികളെടുത്ത് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാം. പക്ഷെ ഇന്നലെ വന്നൊരു സാധനം ഇതിൻ്റെ ഒരു ചെറിയ ആ ബോക്സിൻ്റെ ഒരു ചെറിയ സോഫ്റ്റ് ബോക്സാണ്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇതിനുള്ളിൽ ഒരു റിഫ്ലക്ടർ, ഉള്ളിൽ റിഫ്ലക്ടർ ഉണ്ട്, പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ടർ ഉണ്ട്. പക്ഷെ ഇത് സെറ്റ് ചെയ്യാൻ ഈസി എന്താ വെച്ചാൽ നമ്മളെവിടെ പോയാലും വാട്ടർ ബെസ്റ്റ് സാധനം തോന്നുന്നത് അമ്പർല പോലെ ആണോ, ഇതിനുള്ള അമ്പർല പോലെ സുഖമായിട്ട് ഫുള്ളായിട്ട് മറ്റേ സാധനം ബാഗിൽ സുഖമായിട്ട് കയറ്റാം. എത്തിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് കമ്പിയൊക്കെ വെച്ച് മോട്ടർ അടിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രൊഡക്ഷൻ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഓപ്പൺ ചെയ്യാം. ബാക്കി സാധനങ്ങൾ നമുക്ക് വെറുതെ സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കഴിഞ്ഞു. വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പാരാബോളിക് സോഫ്റ്റ് ബോക്സുകൾ ഇതിന് ഏകദേശം 4000 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഗോഡോക്സിൻ്റെ ഇപ്പോൾ എന്ത് സാധനം വാങ്ങാനും ഞാൻ പറയാം. എനിക്ക് യൂട്യൂബിൽ ഓരോ സാധനം എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നം വരുന്ന സംഭവമാണ്. ആളുകൾ ഓൺലൈനിൽ പോയിട്ട് പല സൈറ്റിലും പല വിലയിൽ നോക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഗിംബലാവട്ടെ ലൈറ്റുകളാവട്ടെ ചിലപ്പോൾ ഒരുപാട് പഴയ സ്റ്റോക്കിൽ 2 വർഷം പഴക്കമുള്ള ഗിംബലായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് കൊടുക്കുന്നത് ഈ ഓൺലൈനിൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ബാറ്ററി ഇരുന്ന് കേടുന്നുണ്ടാവും. പിന്നെ അത് അവർ വാങ്ങിക്കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവാം, ബാറ്ററിയുടെ സംഭവം ലിങ്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ ഒരു പരിധി വരെ ആശ്രയിക്കാൻ നല്ലത് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതൊന്ന് കുറച്ചുകൂടി പുതിയ ബാറ്ററിയുള്ള പുതിയ ഫ്രഷ് സാധനങ്ങൾ അവർ കഴിഞ്ഞനുസരിച്ച് കൊടുക്കും. അപ്പോൾ പുതിയ സാധനങ്ങൾ കിട്ടും. അതുപോലെ വാറണ്ടി ഗ്യാരണ്ടി അതുപോലെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഇത് വീട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ ഈ ഗോഡോസിൻ്റെ ലൈറ്റിനെ കിട്ടുന്നുണ്ട്. അപ്പോഴത് പലപ്പോഴുള്ള പ്രശ്നം ബില്ലില്ലാതെ വാങ്ങിച്ചിട്ടുണ്ട് ഗ്രേ മാർക്കറ്റ്. അപ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് എവിടുന്നൊക്കെ ബൾക്കായിട്ട് വാങ്ങിയിട്ടും അതുപോലെ പൈസ മിനിമം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് വാങ്ങിയിട്ട് മറിച്ച് ചെറുതായിട്ട് വെക്കുക അങ്ങനത്തെ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ബില്ലില്ലാത്ത സാധനങ്ങൾ കിട്ടും. ബില്ലില്ലാത്ത സാധനങ്ങൾ കിട്ടും. അതുപോലെ ഇതിപ്പോൾ ഒരു ഹോളോഗ്രാം ഗോഡോക്സിൻ്റെ ഏത് സാധനം എടുത്താലും ഹോളോഗ്രാം മുദ്ര ഉണ്ടാവും, MRP ഉണ്ടാവും. ബോക്സിൻ്റെ പുറത്തൊക്കെ MRP ഉണ്ടാവും. ഏത് ബോക്സ് എടുത്ത് നോക്കിയാലും അതിന് പുറത്തൊക്കെ MRP, വാറണ്ടി. ഇത് ശരിക്കും 2 ഇയർ വാറണ്ടി എല്ലാ സാധനങ്ങളും വാറണ്ടി ഉണ്ട്, MRP ഉണ്ട്. ഇതൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയിൽ തന്നെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചതൊക്കെ കുറച്ച് ഹെവി സാധനങ്ങളാണ്. ആ ലൈറ്റിങ്ങിൻ്റെ ആ രീതി ഒന്ന് കാണിക്കാൻ വേണ്ടി. ഈ യൂണിറ്റിന് യൂണിറ്റിന് 30,000 രൂപക്ക് താഴെ വരുന്നത്. അത് ജസ്റ്റ് ലോക്കല്ലേ ഉള്ളൂ. കൂടിയത് ഇത് ഏകദേശം വരെ റേഞ്ചിൽ വെക്കാം. ഇതിനെന്താ പ്രശ്നം വെച്ചാൽ ഇതിനെന്താ സൗകര്യത്തിൽ ഫ്ലാഷ് വരുന്നുണ്ട്. ഇതിൽ ഫ്ലാഷ് ഇല്ല, വീഡിയോയിലേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് സൂപ്പർ സൈലന്റ് ആണ്. അത്രയും നല്ല സ്റ്റുഡിയോയിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സൂപ്പർ സൈലന്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൈറ്റാണ് UL സീരീസിലുള്ളത്. പിന്നെ FE200 ഇതിൽ പവർ കൂടിയ ലൈറ്റുകളാണ് കയ്യിലിരുന്നത്. ഇതിൽ പവർ കൂടിയ ലൈറ്റുകളും FE സീരീസിലുള്ള ലൈറ്റുകളൊക്കെ നമ്മൾക്ക് സിനിമ അതല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് ലൈറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ കണ്ണട മുകളിൽ ലൈറ്റ് വരാനുള്ള ആ ടെക്നിക്ക് ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരാളെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആളിൽ വീഴുന്ന ലൈറ്റാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് വീഴുന്ന ലൈറ്റ് അത്രയും വലിയൊരു ലൈറ്റ് വെള്ളം നിറഞ്ഞ കണ്ണട മുകളിൽ വീഴുന്നത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആളെ കാണാൻ പറ്റും. അതായത് കണ്ണടയിൽ ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത് ഈ വീഴുന്ന ലൈറ്റിൻ്റെ പൊസിഷൻ മാറും. അത് ചെയ്താൽ മതി. അപ്പോൾ കാര്യം കയറാം. ഇപ്പോൾ കണ്ണടയിൽ കാണാം, മൂലക്കിലൊക്കെ കാണാൻ പറ്റും. ഇതാ പ്രശ്നം അല്ലേ? യെസ്. ഇതൊരു കാരണം എന്ന് വെച്ചാൽ നേരെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്നതാണ്. ഇതിന് ചെയ്യാവുന്ന ആദ്യം ചെയ്യാവുന്ന ഒരു സംഭവം കേട്ടോ. ചോദ്യത്തിന് ആൻസർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ പൊസിഷൻ ലൈറ്റിന്റെ പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കണ്ണട ഉണ്ടല്ലോ, ലൈറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ലൈറ്റ് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ കണ്ണിൽക്ക് വരാത്ത അത്രയും താഴെ ഒരു റിഫ്ലക്ടർ എഫക്ട് ചെയ്യാതെ റിഫ്ലക്ടറിന് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ അല്ല. അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് കിട്ടും. അത് കുറച്ചും കൂടെ വേണമെങ്കിൽ ഹാർഡായിട്ട് റിഫ്ലക്ടർ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും. ക്ലിയർ? ഇപ്പോൾ ക്ലിയർ ഇല്ലല്ലോ കണ്ടതിൽ. ക്ലിയർ വരുന്നപ്പോൾ വെച്ചാൽ താഴേക്ക് വരുമ്പോൾ അതാ ക്ലിയർ വന്നു. ക്ലിയർ നോക്കാൻ എത്രയേ ഉള്ളൂ, ക്ലിയർ പോയി. അപ്പോൾ നമ്മൾ കണ്ണട വാങ്ങാൻ ചെല്ലുമ്പോൾ ഒപ്റ്റിക്കൽസ് നമുക്ക് ക്ലിയർ ഇല്ലാത്ത കണ്ണട തന്നാലും ഒരു ബ്ലൂ കളർ കിട്ടും. ആ ബ്ലൂ കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ സ്പെക്സ് വെച്ചിട്ടാണ് ബ്ലോഗ് ചെയ്യണമെങ്കിൽ ലൈറ്റിൻ്റെ പൊസിഷൻ മാറ്റി കൊടുത്താൽ സൈഡിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് റിഫ്രഷ് ചെയ്യാൻ സൂപ്പറായിട്ട് കാണാം. ക്ലിയർ? പിന്നെ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു സൺറൈസിൻ്റെയും സൺസെറ്റിൻ്റെയും സമയത്തൊക്കെ നമുക്ക് വാമായിട്ടുള്ള ലൈറ്റാണ് കിട്ടുക. സൺസെറ്റ് സമയത്ത് നല്ല യെല്ലോയും റെഡ് കളറിൻ്റെ ലൈറ്റ് കിട്ടുക. സൺറൈസിൻ്റെ സമയത്തും അങ്ങനെ തന്നെ കിട്ടുക. പക്ഷെ
സൺറൈസ് നമുക്ക് കാണാൻ ചാൻസ് കുറവായതുകൊണ്ട് സൺസെറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കാരണം ഇത് രാവിലെ ആരും എത്തുന്ന അതിന്റെ കുറവ് അല്ലേ? ആകെ 2-3 പേര് ആ ഭ്രാന്തന്മാരോ കൊണ്ടുവരാത്ത തിന്നുന്നതാരുമില്ല. അവർ രാവിലെ കാണാൻ സാധ്യത കുറവാണ്. ഈവനിങ്ങിനാണ് കൂടുതൽ പേരുണ്ടാവുക. അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ സൺസെറ്റ് സമയത്ത് നമുക്ക് കാണാൻ പറ്റും യെല്ലോ റെഡ് ഒരുപാട് കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ ഉച്ച സമയത്തോ അല്ലെങ്കിൽ 10-11 മണിക്ക് നമ്മൾ പുറത്തിറങ്ങി നോക്കിയുമ്പോൾ ബ്ലൂ ലൈറ്റ് ആയിരിക്കും കൂടുതൽ. വാമും ബ്ലൂവും കൂടെ മിസ് ചെയ്ത ലൈറ്റുകളാണ്. അങ്ങനത്തെ പല ലൈറ്റിലാണ് നമ്മൾ സാധാരണ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ എടുത്താലും നമുക്ക് വൈറ്റ് എന്നുള്ള കളർ വൈറ്റായിട്ട് കിട്ടാൻ നമ്മൾ ക്യാമറയിൽ ടെക്നിക്സ് ഉപയോഗിക്കും. അതിനാണ് വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. വൈറ്റ് ബാലൻസ് ചെയ്യും. അതായത് നമ്മളൊരു വാം ലൈറ്റിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും കൂൾ ലൈറ്റിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് നമ്മളിട്ട് വൈറ്റ് പേപ്പറോ വൈറ്റ് കൊണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കിട്ടാൻ നിർബന്ധമില്ല. കിട്ടണമെങ്കിൽ നമ്മൾ വൈറ്റ് ബാലൻസ് ചെയ്യും. അതിന് നമ്മൾ വൈറ്റ് ബാലൻസ് പറയാം. വൈറ്റ് ബാലൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ഉണ്ട്, കളറിൻ്റെ ടെമ്പറേച്ചർ. അതിന് നമ്മൾ കെൽവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കെ കാണാൻ പറ്റും. ചില ക്യാമറ ഉണ്ടാവും കെൽവിൻ, മൊബൈലിലൊക്കെ കാണാൻ പറ്റും. ആ കെൽവിന് നമ്മളിങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് കൂളായിട്ട് ലൈറ്റ് കിട്ടും. കെൽവിൻ കുറച്ച് കഴിഞ്ഞാൽ വാമായിട്ട് ലൈറ്റ് കിട്ടും. അപ്പോൾ ഈ കൂളാണോ വാമാണോ നമുക്ക് ഇഷ്ടം തോന്നുന്നത് നമ്മുടെ അപ്പത്തെ മൂഡിനനുസരിച്ചിട്ട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ആംബിയൻസ് അനുസരിച്ചിട്ടൊക്കെയാണ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു വയനാട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് നമുക്ക് ഒരു കൂൾ ലൈറ്റിൽ കുറച്ച് കൂൾ കൂടിക്കഴിഞ്ഞാൽ വീഡിയോ റൈറ്റ്. അത് നമ്മൾ വാം ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ചൂടുള്ള സ്ഥലം വരാൻ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പടത്തിനെ കാണാൻ നമ്മൾ അറിയാതെ കയറി പോകുന്ന സാധനമാണ്. നമ്മളൊരു പടം കാണുകയാണെങ്കിൽ ആ പടത്തിൽ വാമായിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മൾ കാണണമെങ്കിൽ നമുക്കറിയാം ഒരു ചൂടുള്ള സ്ഥലമാണ്, കംഫർട്ടബിൾ അല്ല. കൂളായിട്ടാണെങ്കിൽ നമുക്ക് കൂൾ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ തലപ്പുള്ള മൂന്നാറോ വയനാടോ പോയിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ ടെമ്പറേച്ചറൊക്കെ കൂട്ടി വെച്ച് നമ്മൾ മുഖം ചോക്കാൻ വേണ്ടിയിട്ട് വാമ് കൂട്ടിയിട്ടാൽ കാണാൻ പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, കൂളായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ യൂസ് ചെയ്യും. അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ നമ്മൾ ഹോട്ട് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് തോന്നില്ല അറിയാതെ നമ്മളറിയാതെ ആളുകളുടെ മനസ്സിലേക്ക് നമുക്ക് ഈ സാധനം കയറ്റാം. അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. ടെമ്പറേച്ചർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് മോഡൽ ക്യാമറയിലുണ്ട്. ഓട്ടോ വൈറ്റ് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആവറേജ് 90-85% കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളർ കിട്ടും. അതിൽ നമുക്ക് ഡയലൈറ്റ്, ഇൻകാൻസെന്റ്, ടങ്സ്റ്റൺ, ക്ലൗഡ് ഇതൊക്കെ കണ്ടിട്ടില്ല വൈറ്റ് ബാലൻസിൽ ക്യാമറയിൽ ഒക്കെ. അത് മാറ്റുന്നതനുസരിച്ച് നമ്മൾ ക്യാമറയിൽ ടോൺ മാറും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വൈറ്റ് ബാലൻസ് മാറ്റി യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ലൈറ്റിൽ അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് അത്ര എക്സ്പെൻസീവ് ലൈറ്റ് ഒന്നല്ല. 4100 MRP ലൈറ്റ് ആയിരിക്കും. നിങ്ങൾ അറിയുന്ന ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ വില കുറച്ച് കിട്ടും. ഈ ലൈറ്റ് നമുക്ക് പവർ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പവർ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാമറ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലോഗ് ചെയ്യുമ്പോൾ ഒരു ഗുണം വെച്ചാൽ ഷാഡോ ഇല്ലാതെ നമുക്ക് എല്ലാ ഭാഗത്തും ലൈറ്റ് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് പ്രത്യേകിച്ചും ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും കണ്ടോ? മേക്കപ്പ് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഗ്ലാമർ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും. കണ്ണിലൊരു റിങ്ങിൻ്റെ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഇമേജാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാം. ഒന്നുകിൽ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ക്യാമറ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ആവശ്യം ലൈറ്റ് കൊടുത്താൽ ചെറിയൊരു ഷാഡോ കിട്ടും. അതുപോലെ നമ്മൾ മുക്കിൽ 45 ഡിഗ്രി നടത്താൻ മാഡത്തിൽ ലൈറ്റ് ഒക്കെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന് കൂടുതൽ നമുക്കിതിൻ്റെ വാമും കൂടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ മൂഡിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിനനുസരിച്ചിട്ട് ഈ വാമും കൂടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുകൊണ്ട് നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഡക്റ്റിനോ ഫുഡിനൊക്കെ ലൈറ്റൊക്കെ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റാണ്. ഇതല്ല ചെറിയ ലൈറ്റാണ്. ഈ ലൈറ്റിൻ്റെ പവർ ഇവിടെ കൺട്രോൾ ചെയ്ത് കൂട്ടാൻ നോക്കാം. യൂസ് ചെയ്യുന്നവരുണ്ടാവില്ല ഒരുപാട് പേരല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ പവർ കൂടുതൽ കുറയ്ക്കുകയും ചെയ്യും. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ബ്ലോഗ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒരു മൊബൈൽ വെക്കാനുള്ള ക്ലിപ്പ് അതിൻ്റെ ബോക്സ് സമയങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ വെച്ചിട്ട് പിടിക്കും ലൈറ്റ് പിടിക്കും.
അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ലൈറ്റ് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഫംഗ്ഷനിൽ വന്നിട്ട് നടന്ന് ലോഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാകും ചില സ്ഥലത്തെത്തുമ്പോൾ ഇരുട്ടായിരിക്കും, ഫേസ് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഇത് ലോ മോഡിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ല ഫേസ് ഒരേപോലെ ആയിട്ട് നടക്കാമല്ലോ. ഒരു പവർ ബാങ്ക് ഉണ്ടായാൽ മതി, എത്ര സമയം ഒരുപാട് സമയം നമുക്ക് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് നടന്നിട്ട് നമുക്ക് ലോഗ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ നമുക്ക് ഇതിന് ചെറുത് മൊബൈലിൻ്റെ മുകളിലൊക്കെ ചിത്രീകരണം വേണ്ട സാധനം അല്ലെങ്കിൽ കണ്ണ മാത്രമല്ല. ഇതിൽ നമുക്ക് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഫുൾ പവർ ഇത്രേ വരുന്നുള്ളൂ. ഇതിന് നമ്മൾ കണ്ടില്ല ഡിഫറെൻറ്റ്. അത്രയും വലിയൊരു പ്ലേറ്റ് അല്ല വരുന്നത്. ഇപ്പോൾ ഫുഡിനൊക്കെ ആണെങ്കിൽ നാട്ടിൽ ഫുഡിനായിരിക്കും. നമ്മൾ ഫുഡ് കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ഒരുപാട് പൈസ ചിലവായിക്കോട്ടെ. എൻ്റെ വൈഫാടെ ഉണ്ട്, പാപ്പസിലോ മക്കളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ തന്നെ നോക്കി വെച്ചിട്ട് 2 പണിക്കാർ എല്ലാം ചെയ്യാനില്ലേ ചിലത് പക്ഷെ മൊത്തത്തില് ഇതിന്റെ ഗുണം വെച്ചാൽ മൊത്തത്തിലൊരു ഡിഫറൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാലേ ഒരു ഫീൽ വരുന്നുണ്ട്. അല്ല ആദ്യം നന്നായിരുന്നു. ആദ്യം നമ്മുടെ നാടൻ സാധനങ്ങളല്ലേ, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഈ കുറേ സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ തുടങ്ങി. ചീസിന് നടക്കണം, പിന്നെ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ അതിനൊക്കെ ലിസ്റ്റ് തരും, അതൊക്കെ വാങ്ങണം. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം വന്നിട്ട് വയറും ചാടും. അതിന് ഡിഫറൻറ്റ് ഉണ്ട്. പക്ഷെ നല്ല ഫുഡാണ്. അപ്പോൾ ഈ ലൈഫ് നമുക്ക് വളരെ ഈസി ആയിട്ട് നന്നായിട്ട് കടന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമുക്ക് ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ ചെറിയ റൂമിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റും. അതായത് നമ്മൾ ബാറ്ററി ചിലപ്പോൾ ചുമരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അതും നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ചിലപ്പോൾ നന്നായിട്ട് അടുത്തിരിക്കും, ചിലപ്പോൾ കുറച്ച് ചിലർക്ക് അങ്ങനെ അത്രയും ഡിസ്റ്റൻസ് ഇരിക്കാനുള്ള ഇതുണ്ടാവില്ല. അത് നമുക്ക് ഡിസ്റ്റൻസിൽ നമുക്ക് ഷാഡോ വരുന്നത് പറ്റിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ വലിയ രീതിയിലുള്ള റിഫ്ലക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാഡോ ബാക്കിൽ കുറയും. അതല്ലെങ്കിൽ ബാഗിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാഗിലേക്ക് മാത്രം എത്തിച്ചു കൊടുക്കാം. നമ്മൾ ലൈറ്റപ്പ് ചെയ്യാത്ത രീതിയിൽ അവിടെ ലൈറ്റ് ബാഗോടെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനോഹരമാക്കാൻ പറ്റിയുള്ള വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഗോഡോസിന് ഈടായിട്ട് മറ്റേ ഭ്രാന്ത് പിടിച്ച പോലെയാണ്. ഇതുപോലത്തെ ലൈറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പരിപാടി വേണമെങ്കിൽ ഇതിൽ ഒരുപാട് മോഡുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിപ്പോൾ പവർ എത്ര കിട്ടുന്നത് ഇപ്പോഴും 50-40% ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലത്തെ ലൈറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ അത്ര ചെറിയ സ്ഥലമൊക്കെ ആണെങ്കിൽ ഒന്ന് മനോഹരമാക്കണമെങ്കിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ഇത് കൊടുത്താൽ മതി, ബാക്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ ബാക്ക് നല്ല റെഡിൽ നമുക്ക് ബാക്കിൽ കിട്ടും. ഇതിന് മുകളിൽ സ്റ്റാൻഡിൽ നോക്കാം. ഇതുപോലത്തെ നമുക്ക് ട്രൈപോഡില്ലേ, ട്രൈപോഡിൻ്റെ മുകളിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഇഷ്യൂല്ലേ? അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ താഴെ. ഇത് 13 രൂപ. 13 15 LC500R. അത് RGB ആണത്. RGB. പിന്നെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത വീട്ടിൽ ഫംഗ്ഷൻ ഉപയോഗിച്ചു. ചാർജിൻ്റെ മണിക്കൂറുണ്ടാവും, 10 മണിക്കൂറൊക്കെ ഉണ്ടാവില്ല, ഒരുപാട് സമയം കിട്ടും. അതായത് നമ്മൾ ഈ ബ്രൈറ്റ് ആയിട്ട് LED ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കല്യാണത്തിനൊക്കെ
ലൈറ്റ് യൂസ് ചെയ്തതിലും നമുക്ക് വാമും കൂളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വാമും കൂളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് പിന്നെ വേറെ ലൈറ്റിൻ്റെ ഒരു കളറിങ് മാറ്റണമെങ്കിലോ മൂഡ് മാറ്റണമെങ്കിലോ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ലൈറ്റ് ആയിട്ട് ഈ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ലൈറ്റ് കൊടുക്കും. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് കൊടുത്താൽ ഇത് ബാക്കിൽ അടിച്ചു കഴിഞ്ഞാൽ മുടിയുടെ സൈഡിലൊക്കെ ഈ ലൈറ്റ് വരും. അപ്പോൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നല്ല മനോഹരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 10,000 രൂപയ്ക്ക് സ്റ്റാൻഡ് വാങ്ങുന്നില്ലേ? അതിന് മുകളിൽ നമുക്ക് ഏത് പൊസിഷനിൽ വെക്കാലോ വേണം നമ്മൾ വരുന്നത് കാണുന്ന പോലെ. ആക്സറീസിന്റെ കൂടെ വരുന്നത് നമുക്ക് ഒരു സോഫ്റ്റ് ബോക്സ് പോലെ ഒരു സംഭവം വരുന്നുണ്ട്. ചാർജർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാനും പറ്റും. പ്രോഡക്ട്സ് സോഫ്റ്റ് ആയിപ്പോ അപ്പോൾ മൊബൈൽ വെച്ചിട്ട് നമ്മൾ വേറെ എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ആവശ്യമുള്ള പവർ കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു മാഗ്നറ്റ് പോലെയാണ്. പിന്നെ ഇത് പ്രോഡക്ട്സിന്റെ മറ്റ് ഈ 200 അതുപോലെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്യുന്ന B1 ഫ്ലാഷുകളൊക്കെ ഉണ്ട്. അതിൽ വരുന്ന ആക്സറീസ് നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം. ബാൻഡോറായിട്ടും പല രീതിയിൽ യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഫുഡിന് വേണമെങ്കിൽ ബാക്കിൽ നിന്ന് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഫുഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഹോട്ടലിലൊക്കെ പോകണമല്ലോ, റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 2 ചെറിയ ലൈറ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് കൊടുത്താൽ ലെവല് മാറും. ആ ബാക്കിൽ ഫുഡിനൊക്കെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. ഫുഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു ഫ്രണ്ട് സൈഡിൽ നിന്ന് മാത്രം ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജീവൻ കാണും. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ ആ ഭംഗിയില്ല, അതായത് നമുക്ക് ആ ഒരു പുക വാർന്നത് നമുക്ക് കിട്ടണമെങ്കിൽ ബാക്കിൽ നിന്ന് ഇതുപോലെ നമ്മൾ നോട്ടില്ല ഇതിൽ കൂടെ ഒരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഔട്ട് പാർട്ടിങ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് തന്നെടുക്കാൻ പറ്റും. ഈ ലൈറ്റിന് നമുക്ക് ഞാൻ നേരത്തെ ചെയ്തതുപോലെ മോഡുകളൊക്കെ മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ അറ്റാച്ച് ചെയ്യുന്നത് വേറെ ലൈറ്റുകളുണ്ട്. ഇത് നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സാധനം വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് മൊബൈലിന് മുകളിൽ നമുക്ക് മൈക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാങ്ങാൻ പറ്റില്ല. അതിൻ്റെ പേര് ഹോട്ട് ഷൂ മൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതിന് മുകളിൽ നമുക്ക് ആ ഹോട്ട് ഷൂ മൗണ്ട് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ കളറുകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റും. വണ്ടിയൊക്കെ ബ്ലോക്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം ഈ പോലീസിന്റെ ഒരു ഇതിന് മാറ്റാൻ ഞാൻ പറഞ്ഞത് സുരേഷ് ഭായിയിൽ ഏറ്റവും വീഡിയോ ഇടാതെ കാരണം അതിന് ബാക്കി ഡീറ്റെയിൽസ് സെറ്റിങ്സ് പേരും എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു കഴിഞ്ഞാൽ പിന്നെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ആവശ്യത്തിൽ ഉപകാരമാകും. പിന്നെയുള്ള ലൈറ്റ് കാണും, പവർ കൂട്ടാനും കുറക്കാനും പറ്റും. സിമ്പിളാണ്. ഇതിൽ ഒരുപാട് കളികളൊക്കെ കാണാൻ സിമ്പിൾ ലൈറ്റ്. നമുക്ക് ഹോൾഡറൊക്കെ വരുന്നുണ്ട്, സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾഡറൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മൊബൈൽ കൂടെ അറ്റാച്ച് ചെയ്യാം. നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനം വരുന്നുണ്ട്. അത്രയും ബോക്സിലുണ്ട്. പിന്നെ ഒരു ചാർജർ കേബിളും ഒരു ട്രൈപോഡ് മൗണ്ടും, ട്രൈപോഡിന് മുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള മൗണ്ടാണ് വരുന്നത്. ഇതിന്റെ സൗകര്യം നേരത്തെ മാഡം ചോദിച്ച പോലെ നമുക്ക് ഇതിൽ ക്യാമറ നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാം. ഇതിന് മുകളിൽ നമുക്ക് ഇതിന്റെ മൊബൈൽ വെച്ച് അപ്പോൾ മൊബൈൽ നമുക്ക് സെൽഫി മോഡിൽ കിട്ടോ അതല്ലെങ്കിൽ ബാക്കിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു മൊബൈൽ കുറച്ചുകൂടി കയറ്റിയിട്ട് ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആരെങ്കിലും വീഡിയോ എടുക്കാനോ അതിൽ നമ്മൾ ഫുഡൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ലൈറ്റ് കൊടുക്കാനോ ഇപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അത് നിങ്ങൾക്കറിയാം വളരെ ഹാർഡായിട്ടാണ് വരുന്നത്. ചെറിയ സ്പോട്ടിൽ നിന്ന് വരുന്നുണ്ട് വളരെ ഹാർഡായിട്ടുള്ള ലൈറ്റിങ്ങാണ് കിട്ടുക. ഇത് നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ലൈറ്റ് പേരുകളെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴോ വളരെ സോഫ്റ്റ് അല്ല, ലൈറ്റ് വളരെ സോഫ്റ്റായിട്ട് പോക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരു പോക്കറ്റിൽ മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക്
4000 സംതിങ് 4000 താഴെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മൊബൈലിൽ മുകളിൽ വെച്ച് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 വർഷം വാറണ്ടിയുള്ള ലൈറ്റാണ്. വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഹോളോഗ്രാം ഉണ്ടാകുന്ന നോക്കണം, ബില്ല് കറക്റ്റ് വാങ്ങാം, MRP ഉണ്ടാവും. അത് ഇന്ത്യയിലൊക്കെ നമുക്ക് അംഗീകാരമുള്ള, അതായത് അനധികൃതമല്ലാത്ത സാധനം കിട്ടണമെങ്കിൽ മുകളിൽ MRP ഒക്കെ പ്രിന്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ പറയും ഇത് തന്നെയാണ് സാധനം, 300 രൂപ കുറവ് 200 രൂപ കുറവ് എന്നാണ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വാറണ്ടിക്കോ കൊടുക്കുമ്പോൾ കമ്പനിയിൽ ഈ സാധനം ഇഷ്ടമല്ല, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അടുത്തൊരാൾക്ക് ബില്ല് മേടിക്കാൻ പറ്റുന്നുണ്ട്. ബില്ല് കൊടുത്തിട്ട് നല്ല സാധനം മേടിക്കാം കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിക്ക് കൊണ്ടുതന്ന വാറണ്ടി കിട്ടും, സർവീസ് കിട്ടും, ഒക്കെ കിട്ടും. മറ്റേ സർവീസ് നോക്കിയിട്ട് ഇവർ സർവീസ് നമ്പർ ഇതിൻ്റെ സീരിയൽ നമ്പർ അടിക്കുമ്പോൾ അതിൽ അപ്പോഴാണ് കാണാൻ ടെസ്റ്റും നോക്കും. അന്നേരത്തെ പൈസ കുറവ് നോക്കിയാൽ നമുക്ക് ഒന്നും കിട്ടില്ല. പിന്നെ കേട് അന്നേരം ബോണസിനായി നമ്മൾ വെറുതെ കമ്പനി ഉപയോഗിക്കുന്നതിൽ കാര്യം അങ്ങനത്തെ സംഭവം നമ്മൾ കറക്റ്റായിട്ട് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലോണൊക്കെ കിട്ടും. വിചാരിച്ച ഇൻഷുറൻസിൻ്റെ ഒരു അംഗീകൃതമായിട്ടാണ് അതിന് പോലെ സ്റ്റിക്കർ കാണുന്നത്, EMI കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇഷ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്തൊരു പിന്നെ ഇഷ്യൂ ഉണ്ടായിരിക്കാം, ഡ്രോൺ വാങ്ങാം. ദുബായിൽ നിന്ന് ഡ്രോൺ കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ദുബായിൽ നിന്ന് നമ്മളറിയാതെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാവിക് എയർ 2 ഗൾഫിൽ നിന്ന് ഡ്രോൺ വാങ്ങിയിട്ട് ഇവിടെ എത്തിച്ചു. ഹിന്ദുവിൽ വർക്കേണ്ട ആൾക്കാരാണ് വന്നത്. ഡ്രോൺ എങ്ങനെയായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. അവസാനം എൻ്റെ അടുത്ത് പോകും. ഞാൻ ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു എയർപോർട്ട് 1 വരും. അപ്പോൾ എയർപോർട്ട് 1 സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ സെല്ലറായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. ഇത് ഓൾറെഡി നമുക്കിവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ദുബായിൽ നിന്ന് എവിടുന്നോ വന്ന സാധനമാണ്. അങ്ങനെ DJനെ ചാറ്റ് ചെയ്തപ്പോൾ ഇതിന് സീരിയൽ നമ്പർ ചോദിച്ചു, എയർപോർട്ട് എത്ര ചോദിച്ചു, എയർപോർട്ട് വന്നു സീരിയൽ നമ്പർ ചോദിച്ചു, സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തു. അത് ഓൺലൈൻ നമുക്ക് അപ്പം കിട്ടും. അപ്പോൾ അതിലെന്താ പറയുക, ടെസ്റ്റ് പീസാണ്. അപ്പോൾ ഏതോ ഒരു ലോഡ് പോകുമ്പോൾ ഇവർ അടിച്ചു മാറ്റിയ സാധനം നമുക്ക് കൊണ്ടുവന്നതാണ്. ഈ സാധനം 1,40,000 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. ഓണമില്ല, ഒരു രക്ഷയില്ല. പിന്നെ അത് ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ എൽപിയിലൊരു പയ്യുണ്ട്. അവർക്ക് വിളിച്ചു നോക്കി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവർ തിരിച്ച് എടുത്തോളാന്ന് പറഞ്ഞിട്ട് അത് ഹിന്ദുവിൽ വർക്ക് ചെയ്യുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തനായതുകൊണ്ട് മദ്രാസില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കൊണ്ടില്ല, ലോഗിൻ ചെയ്തേ ഒന്ന് ചിലപ്പോൾ തിരിച്ച് കിട്ടും. സാധാരണക്കാരൻ എങ്ങനെ കിട്ടും? അവർ ചെയ്യും. അപ്പോൾ അവർക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പത്രത്തിനായതുകൊണ്ട്. പക്ഷെ അവരും അത് അനധികൃതമായിട്ടാണ് വരുത്തിയത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബില്ല് MRP ഏത് സാധനം പ്രൊഡക്ഷനല്ല ഏത് സാധനം MRP ഇട്ട് വാങ്ങാം. അതുപോലെ ക്യാമറ വാങ്ങുമ്പോഴുണ്ട് ഇഷ്യൂ. നമ്മൾ പലപ്പോഴും ക്യാമറ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇന്നലെയാണ് നമ്മുടെ എന്തായിരുന്നു സംസാരിച്ച് പറഞ്ഞില്ലേ, വീനസ് ഫോട്ടോസ്റ്റോർ ഞാൻ കോട്ടയത്ത് അവിടെ നിന്ന് വന്നിട്ട് എടുത്തായിരുന്നു. അവർക്ക് അത്യാവശ്യം നല്ല ഒറിജിനൽ സാധനങ്ങൾ ടീമായിട്ട് അപ്പോൾ നോട്ട് കോട്ടയത്തിൽ അതൊക്കെയായിട്ട് കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാമറ നമുക്ക് വില കുറച്ച് കിട്ടും. ഇവരെന്താ ചെയ്യുക, ക്യാമറയുടെ മുകൾ ഭാഗം സീലൊന്നും കട്ട് ചെയ്യില്ല, ബാക്കിൽ നിന്ന് തുറന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി വയ്ക്കും. ഇത് നമുക്കറിയാൻ പറ്റില്ല. ബാറ്ററിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ബാറ്ററി തീരും. അധികം മറ്റേത് ഒരു 2 മണിക്കൂറൊക്കെ ഓടുന്നത് 1 മണിക്കൂർ ചൂടാടി കഴിഞ്ഞാൽ നിൽക്കും. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് 500 രൂപയുടെ ബാറ്ററി, മറ്റേ ബാറ്ററിക്ക് 7000 രൂപ. ആ ഒരു അതിൻ്റെ പകുതി പൈസ നമുക്ക് കുറച്ച് തന്നാൽ മതി. പക്ഷെ ബില്ലൊന്നും ഉണ്ടാവില്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാം. ഇനി ഉണ്ടല്ലോ ഇത് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കിത് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യാം. അപ്പോൾ എവിടെയെങ്കിലും നമുക്കിങ്ങനെ എടുത്ത് ചാരി വെക്കാനൊക്കെ പറ്റും. ഇതിന് ബാക്കിലൊക്കെ ഡിസ്പ്ലേ ഉണ്ട്, മറ്റേതൊക്കെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് എത്ര കേനാണ് വർക്ക് ചെയ്യുന്നത്, നേരത്തെ കാണിച്ച പോലുള്ള പോലീസ് പരിപാടിക്കൊക്കെ പറ്റിയ സാധനങ്ങൾ പല ആളുകൾ അതിന് ടെക്നിക്ക് ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടും. 2 വർഷം വാറണ്ടിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മൊബൈലിന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ലൈറ്റിൽ നമുക്ക് കിട്ടിയ സമയത്ത് എനിക്ക് പറയാൻ പറ്റിയൊരു സംഭവം. കാരണം ലൈറ്റിങ്ങിൻ്റെ ഞങ്ങൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, കേരളത്തിലുടനീളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ബേസിക് ഫോട്ടോഗ്രാഫി ലൈറ്റിങ്, ഇപ്പോൾ പുതിയൊരു സീരീസ് കൂടെ വരാൻ പോകുന്ന ബ്ലോഗേഴ്സ് വീഡിയോഗ്രാഫി എന്ന് പറയുന്നത്. അതിൽ ക്യാമറയിൽ നമുക്ക് ബ്ലോഗേഴ്സിൻ്റെ സെറ്റിങ്ങുകൾ, ലൈറ്റിങ്ങിൻ്റെ സെറ്റിങ്ങുകൾ, എന്തൊക്കെ ലൈറ്റിങ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം പ്രീമിയറിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ രീതിയിലുള്ളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ലൈറ്റിങ്ങിന് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയ സംഭവങ്ങൾ. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ്
ചാനലിൽ ഇടാം. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഒരു ഫാമിലിയെ പോലെ ഞാൻ പറഞ്ഞതായിരുന്നു വന്ന സമയത്ത്. കാരണം ഒരു ക്ലാസ്സിലുള്ള ഫീലല്ല എനിക്ക് വരുന്നത്. കാരണം അധികം ആൾ പറയുന്നവരാണെങ്കിൽ ഇന്നലെ ഒന്ന് പരിചയപ്പെട്ടു, എല്ലാവരും ഭയങ്കര ഹാപ്പി ചാടിയും കഴിയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഞാനൊരു ക്ലാസ് പോലെയൊക്കെ ചെയ്തതെന്ന് തോന്നുന്നത്. വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. എന്തായാലും സാഗരത്തിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഫേസ്ബുക്ക് എടുക്കുന്നത്. CCAയുടെ ഏറ്റവും ആരംഭകാലം പോലെ CCAയുടെ മെമ്പറാണ്. ഓക്കെ, അത് നമ്മുടെ ഹാരിസൊക്കെ പോലെ തന്നെ സൈലന്റ് മെമ്പേഴ്സാണ്, പക്ഷേ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. താമസം പറഞ്ഞല്ല, കാരണം ഞാൻ എത്രയും ബ്രോഡ്കാസ്റ്റുകളായിട്ട് നിങ്ങൾ കാണാം അല്ലേ, എല്ലാം കേൾക്കുന്ന ഒരു മനുഷ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് അതുപോലെ നെറ്റ്വർക്കെ പക്ക ഫോളോ ആണ്. അപ്പം കോൺടാക്ട് ഇല്ലാത്തപ്പോൾ ഞാൻ ചിക്കനോട് ചോദിച്ചത് ചെയ്തു തരുമോ, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച് ഒറ്റ വാക്കേ പറഞ്ഞല്ലോ, ഇതൊന്ന് ചെയ്തു തരണം പറഞ്ഞിട്ട് അതിനെന്താ പറഞ്ഞു നമുക്ക് ചെയ്യാമല്ലോ. ഞാൻ ഫാമിലി ആയിട്ടാണ് വരുന്നത് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എരടിച്ചു. അപ്പം നമ്മുടെ ഇത്ര നേരം ഈ ഒരു പ്രൊഡക്റ്റായിട്ടുള്ള ക്ലാസ് എടുക്കാൻ ചോദിക്കുകയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അവരുടെ പേരിലുള്ള കൃത്യമായിട്ടുള്ള നന്ദി എല്ലാവരും ഒരുപാട് സെഷൻസ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ CCAയുടെ പ്രോഗ്രാംസ് അനന്ത പ്ലസ് എന്ന് പറയുന്ന 3 years കൂടുമ്പോഴാണ് കോൺക്ലേവ് നടക്കുക. പക്ഷേ എല്ലാ ഒരു 6 monthsലും നമ്മുടെ ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ക്ലാസ്സുകൾ, അതേപോലെ ലൈറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ പല സോൺസ് ആയിട്ട് തിരിച്ചു. കാരണം CCA ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി പല വാട്സപ്പ് ഗ്രൂപ്പുകളും ഓൾറെഡി ഉണ്ട്. ഓരോ റീജിയൻ, മലബാർ റീജിയൻ, പാലക്കാട് റീജിയൻ, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ റീജിയനിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇത് കേരളവും ലോകം മുഴുവൻ നമുക്ക് CCA വ്യാപിപ്പിക്കണം. ഒരിക്കൽ കൂടി നന്ദി പറയാം. താങ്ക് യു സോ മച്ച്.